സിജോയ്ക്കും ശരണ്യയ്ക്കും ഗബ്രിക്കും ഒരു വിചാരം ഉണ്ടായിരുന്നു. മോഹൻലാൽ സാറിനോട് ജിൻഡോ ഫിസിക്കലി ശരണ്യനെ ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ലാലേട്ടൻ ആ പരാതി കേട്ടിട്ട് ജിൻഡോനെ ഗെയിമിൽ നിന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുമെന്ന്. ആ ഒരു ചിന്തയെ 8 മടക്കി ലാലേട്ടൻ അവരിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ചീറ്റിപ്പോയി. ഈ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് സിജോയുടെ ആയിരുന്നു. സിജോ കഴിഞ്ഞ ദിവസം ഗബ്രയും ശരണ്യോട് ഇരുന്ന് പറയുന്നുണ്ട്, ഈ ഒരു പരാതി ഉന്നയിക്കണം. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഞാൻ ലാൽ സാറ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ശരണ്യയും ഉറച്ചു ചിന്തിച്ചിരുന്നു ഈ ഒരു പരാതി പറയുമ്പോൾ എൻ്റെ മുടി പിടിച്ചു വലിച്ചു, അല്ലെങ്കിൽ എന്നെ ചില്ലിലോട്ട് തള്ളിയിട്ട് ഇത് ഞാൻ നോക്കിയെന്ന് പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ അങ്ങോട്ട് എന്നാൽ പിന്നെ ഈ ഫിസിക്കലി ഇവിടെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊന്ന് വാർണിംഗ് ചെയ്തിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകൂ ജിൻഡോ എന്ന് പറയും എന്നാണ് വിചാരിച്ചത്. അതെന്തായാലും ചീറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ മുടി പിടിച്ച് വലിച്ച കാര്യം, ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ച കാര്യം, അത് ജിൻഡോ അല്ല ചെയ്തത്, ഗബ്രിയാണെന്നുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ എപ്പിസോഡിൽ മോഹൻലാൽ സർ ആ ഒരു വീഡിയോസ് എല്ലാം കാണിച്ചിരുന്നു. എന്നാൽ സ്ലോ മോഷനിലോ അല്ലെങ്കിൽ സൂം ചെയ്തിട്ടൊന്നും അല്ല കാണിച്ചിരുന്നത്. ഈ ആക്രമിച്ച വീഡിയോസ് എല്ലാം കാണിച്ചിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഉറപ്പാണോ ജിൻഡോ തന്നെയാണോ മുടി പിടിച്ച് വലിച്ചതെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ശ്രീതു പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഈ ഉറപ്പാണോ എന്ന് 2-3 തവണ ചോദിച്ചത് കൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം, എന്നാൽ ജിൻഡോ ആയിരിക്കില്ല എന്ന്. പക്ഷെ ജിൻഡോ അല്ല അത് ചെയ്തത് എന്നൊന്നും ലാലേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ആ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മളെല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലോ ജിൻഡോ അല്ലാതെ ചെയ്തതെന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടിരുന്നു. അപ്പോൾ പിന്നെ ആ ചോദിക്കാതിരിക്കാനും വയ്യ. എന്നാൽ ശരണ്യയ്ക്കും മറ്റേ ഗബ്രിക്കും സിജോയ്ക്കും വിഷമം ഉണ്ടാകാതെ ചോദിക്കുകയും വേണം. എന്നാൽ ജിൻഡോയുടെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് ആളുകൾക്ക് തോന്നുകയും വേണം എന്ന തരത്തിലാണ് ഒരു ചോദ്യമാണ്. ലാലേട്ടൻ ന്യൂട്രൽ ആയിട്ടാണ് കേട്ടോ അത് ചോദിച്ചത്. അല്ലാതെ ജിൻഡോ ചെയ്തതല്ല, ഗബ്രിയാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് ചെയ്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ജിൻഡോ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ, സിജോ വന്നതിൽ പിന്നെ ജിൻഡോ ആണ് കപ്പ് കൊണ്ടുപോകുന്നേ എന്ന് വിചാരിച്ചുകൊണ്ട് ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത് കളിക്കണ പോലെ തോന്നുന്നുണ്ട്. കാട്ടുതീയാണെന്നൊക്കെ പറഞ്ഞല്ലോ സിജോ, പക്ഷേ എനിക്ക് കാട്ടുതീയായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്കൊരു തീപ്പെട്ടിക്കൊള്ളി ആയിട്ടാണ് തോന്നുന്നത്. വെറുതെ ഉരച്ച് കളയുന്ന തീപ്പെട്ടിക്കൊള്ളി എന്നൊരു മാസ് ഡയലോഗും ജിൻഡോ കൊടുത്തിട്ടുണ്ട്. അതും എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫിസിക്കലി അറ്റാക്ക് ചെയ്ത കാര്യം ആദ്യമേ പറഞ്ഞത് ഋഷിയാണ്. അപ്പോൾ അപ്സര അതിലൊരു പോയിന്റ് പറയുന്നുണ്ട് കേട്ടോ, ഗബ്രിയും ജിൻഡോയും വൈരാഗ്യ ബുദ്ധിയോടുകൂടി കളിച്ചു എന്ന്. അപ്പോൾ ഗബ്രി എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഞാൻ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടൊന്നും അല്ല കളിച്ചത്, നമ്മൾ കണ്ടതല്ലേ. ആദ്യമേ ഋഷി ഔട്ടായപ്പോൾ തന്നെ ഗബ്രി പറയുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചു വെക്കാൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ ജിൻഡോനെ അങ്ങനെ ചെയ്തത്. അപ്പോൾ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് അല്ല കളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ മണ്ടന്മാരാണല്ലോ, നമ്മളിത് കാണുന്നതാണല്ലോ, നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാകും. എന്താണെങ്കിലും ശരണ്യയുടെ സിജോയുടെ ആ ഒരു ബുദ്ധി നൈസായിട്ട് പാളിപ്പോയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ശരണ്യ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ലൈഫുള്ളതാണ്, എൻ്റെ ഗ്ലാസ്സിലോട്ട് തള്ളിയിട്ടു എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഗെയിമിൽ ഇങ്ങനെയാണ് പറയണമെങ്കിൽ അടുത്ത ഇതിലോട്ടും വലിയ ഗെയിം വരുമ്പോൾ നിങ്ങൾ എങ്ങനെ കളിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി. കുറച്ചും കൂടെ ഗുമ്മായിട്ട് ലാലേട്ടൻ ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ സന്തോഷമായേനെ. ഗബ്രി, നിങ്ങൾ മുടി പിടിച്ച് വലിച്ചിട്ട് വെറുതെ ജിൻഡോയുടെ തലക്കിട്ടത് എന്താണ്? അപ്പോൾ നിങ്ങൾക്കാണ് വൈരാഗ്യ ബുദ്ധി ഉള്ളത്? ഇത്രയും പേരെ നീ നിന്റെ സൈഡ് നിർത്തിയില്ലേ? ഇത്രയും പേരെ നീ വിഡ്ഢികളാക്കിയില്ലേ? പ്രേക്ഷകരെയും വിഡ്ഢികളാക്കാൻ നോക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വഷവിയു.